വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ. സുഹൃത്തുക്കളെ, ഞാൻ സോഫിയ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഈ ചാനൽ കാണുന്ന ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങണം, അല്ലെങ്കിൽ ഞങ്ങൾ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്, അതിനുള്ള ട്രെയിനിങ് എവിടെ നിന്ന് കിട്ടും? അതേക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓരോ ജില്ലാ മിഷൻ്റെ കീഴിലും തൊഴിൽ വൈദഗ്ധ്യ പരിശീലനം നൽകി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് തൊഴിൽ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അതിന് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ സംരംഭം തുടങ്ങിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ചെറിയ ചെറിയ സംരംഭങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സംരംഭം നിങ്ങൾ നമ്മുടെ CDSൽ പോയിട്ട്, അതാത് CDSൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ 3 പേരോ അല്ലെ 4 പേരോ അടങ്ങിയ ഒരു ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പിന് നിങ്ങൾ ആദ്യം ഒരു പേരിടണം. ഇതൊക്കെ ഞാൻ നേരത്തെ എങ്ങനെ ഒരു സംരംഭം തുടങ്ങാം എന്നുള്ള വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. എങ്കിലും വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, അത് രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ സംരംഭത്തിന് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിന് ഒരു പേരിടണം. ആ പേരിലാണ് നിങ്ങൾ പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ പേരിലല്ല. സംരംഭത്തിന് നമ്മളൊരു പേരിടും, ഗ്രൂപ്പിന്. നമ്മൾ കുടുംബശ്രീക്ക് ഇപ്പോൾ ഒരു പേരിടുന്നത് പോലെ തന്നെ നമ്മുടെ സംരംഭ ഗ്രൂപ്പിന് ഒരു പേരിട്ടിട്ട് ആ പേരിലാണ് നമ്മൾ കുടുംബശ്രീ ഓഫീസിൽ നമ്മുടെ സംരംഭം രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും, നിങ്ങൾ എന്തെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ CDSലേക്ക് നമ്മളെ ഓരോ തൊഴിൽ ചെയ്യാൻ ആവശ്യമുള്ളവരെ വിളിക്കുന്നുണ്ട്, ട്രെയിനിങ്ങിന് വിളിക്കുന്നുണ്ട്. അതായത് നമുക്ക് GOT EDP ട്രെയിനിങ്ങുകൾ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് പോയി പങ്കെടുക്കണം. അതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. എങ്ങനെ ഒരു സംരംഭം തുടങ്ങാം, ഒരു തൊഴിൽ സാധ്യത എങ്ങനെ കണ്ടെത്താം, അതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ എങ്ങനെ കിട്ടും, നമുക്ക് ഏതെല്ലാം രീതിയിൽ സാമ്പത്തിക സഹായം കിട്ടും, നമുക്കതിന് ലോണുകൾ കിട്ടുമോ, അതെവിടെ നിന്ന് കിട്ടും, അതിനുള്ള പ്രൊജക്റ്റും കാര്യങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട MECമാർ നമ്മൾക്കതെല്ലാം ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അതിലാണ് പങ്കെടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൽ ട്രെയിനിങ് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഗ്രൂപ്പാണെങ്കിൽ അതേ ഗ്രൂപ്പ് ആദ്യം പോയി CDS രജിസ്റ്റർ ചെയ്യണം. ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും, വീട്ടിൽ ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ ചെയ്ത് ചെറിയ ചെറിയ വരുമാനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നമുക്ക് ഇതുപോലെ തന്നെ CDSൽ പോയി നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത് വ്യക്തിപരമായിട്ടാണെങ്കിലും ഗ്രൂപ്പായിട്ടാണെങ്കിലും നമുക്ക് സംരംഭം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എല്ലാ ജില്ലാ മിഷൻ്റെ കീഴിലും ഇങ്ങനെ ഓരോ ട്രെയിനിങ് നടന്നു വരുന്നുണ്ട്. അതായത് കുട നിർമ്മാണം, സോപ്പ് നിർമ്മാണം, നോട്ട് ബുക്ക് നിർമ്മാണം, ഇതുപോലുള്ള നിരവധി സംരംഭ മേഖലയിൽ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളും ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ 35 പേരടങ്ങുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ കീഴിൽ. മമ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ 35 പേരുണ്ട്. അതായത് 6 പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് അവിടെ ഇപ്പോൾ ആ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പങ്കെടുക്കുന്നത് ഭക്ഷ്യ സംസ്കരണ മേഖലയിലാണ്. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സാറ് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. നമുക്ക് ഇതിനായിട്ടൊരു സാറിനെ നമുക്ക് പ്രത്യേകമായിട്ട് തരുന്നുണ്ട്. ഇത് പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയുന്നത്, നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിച്ച് തരികയാണ്. ഒരു കാര്യം നമുക്കിങ്ങ് പറഞ്ഞു തരും. പറഞ്ഞു തന്നിട്ട് നമ്മളെ കൊണ്ട് തന്നെയാണ് അത് ചെയ്യിക്കുന്നത്. നമ്മൾ ചെയ്ത് നമ്മളെ കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് ഒരു സാധനം ഒരു പ്രാവശ്യം ചെയ്ത് അതെങ്ങനെയാണ്, അതിൻ്റെ പാകം എങ്ങനെയാണ്, അതിൻ്റെ അളവ് എങ്ങനെയാണ്, അതിൻ്റെ തൂക്കം എത്രയാണ്, അതിലെന്തെല്ലാം സാധനങ്ങൾ ചേർക്കണം, അത് എത്ര മില്ലിഗ്രാം അല്ലെങ്കിൽ എത്ര ഗ്രാം ചേർക്കണം എന്നുള്ളത് അളവ് സഹിതം നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു ജാം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഒരു പൈനാപ്പിൾ ജാം എങ്ങനെ ഉണ്ടാക്കാം, അത് ഇത്ര ഗ്രാം പൈനാപ്പിൾ എടുത്തു കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ പൾപ്പാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ നേരിട്ട് അത് പിഴിഞ്ഞിട്ടാണ് നമ്മൾ പൈനാപ്പിളിൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ വെറുതെ കളയുകയല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പപ്പായും ഒരു പൈനാപ്പിളും കൂടെ ഇട്ടിട്ട് നമ്മൾ പൈനാപ്പിൾ ജാം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒന്നും നമ്മൾ വേസ്റ്റാക്കി കളയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് കിട്ടുന്നൊരു അറിവ്. ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അടുത്തതുകൊണ്ട് നമ്മൾ വേറൊരു സാധനം ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഒരു പൈനാപ്പിൾ ഒക്കെ ചെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്വാഷ് ഉണ്ടാക്കിയാൽ നമ്മൾ ആ ചണ്ടി വെറുതെ കളയും. ഇതങ്ങനെയല്ല. അതുകൊണ്ട് അടുത്തൊരു പ്രൊഡക്റ്റ് ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പറമ്പിൽ സുലഭമായി കിട്ടുന്ന ചെമ്പരത്തി, നന്നാറി, ചക്ക,
അതുപോലുള്ള ഒരു നിരവധി സാധനങ്ങളുണ്ട്. അതൊക്കെ ആകുമ്പോൾ നമുക്ക് സാമ്പത്തിക നഷ്ടം വരാതെ അല്ലേ, ആ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് സംരംഭത്തെ എങ്ങനെ ലാഭം ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് തരികയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇങ്ങനെ ട്രെയിനിങ്ങിനൊക്കെ വിളിക്കുമ്പോൾ അവിടെ പോയി 19 ദിവസം പോയി ഇരിക്കണ്ടേ, എനിക്കതിന് ഒഴിവില്ല, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതെ ട്രെയിനിങ്ങിന് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി ഇതുപോലുള്ള ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഞാനും പഠിച്ചിരുന്നൊരു വ്യക്തിയാണ്. ആദ്യത്തെ ദിവസം പോയിട്ട് തിരിച്ചു പോരാം എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ആ ട്രെയിനിങ്ങിൽ പോയി പങ്കെടുത്ത വ്യക്തിയാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് 19 ദിവസവും പൂർത്തിയാക്കണം എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. അപ്പം ഇപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നേരം വെളുത്താൽ നമ്മുടെ പണികളെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് 10 മണിക്കവിടെ ക്ലാസ് തുടങ്ങുന്നുണ്ട്, 4 മണി വരെയും ക്ലാസ് ഉണ്ട്. നമ്മൾ നമ്മുടെ എല്ലാ പണികളും തീർത്തിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പോയി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുടുംബശ്രീയിൽ നിന്ന് ഞങ്ങളൊരു 3 പേരുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഒരു സംരംഭം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ ഈ ട്രെയിനിങ്ങിൽ പോയി പങ്കെടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മളെ ഇങ്ങ് പഠിപ്പിച്ച് തരിക. ഉദാഹരണത്തിന് ഒരു ചക്ക നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു ചക്ക നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളതിൻ്റെ ചുള മാത്രം എടുക്കും. ചില ആൾക്കാർ കുരുവും കൂടെ എടുക്കും. ഞാനൊന്നും ഒരു കുരു എടുക്കലില്ലായിരുന്നു. കാരണം എല്ലാം നമ്മൾ നേരെ കൊണ്ടുപോയി പറമ്പിലേക്ക് നമ്മൾ വലിച്ചെറിയും. അതിന് പകരം നമുക്കൊരു ചക്ക കിട്ടിയാൽ അതിനകത്ത് ഒന്നും കളയാനില്ലെന്നുള്ള സത്യം. അതിൻ്റെ എല്ലാ സാധനങ്ങളും, അതിൻ്റെ മടൽ, അതിൻ്റെ ചകിണി, അതിൻ്റെ കുരു, അതിൻ്റെ ചുള, സകല സാധനങ്ങളും, കുരുവിൻ്റെ പുറത്തുള്ള പാട ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കേട്ടോ പറയുന്നത്, അതൊക്കെ ഓരോ കാര്യത്തിന് ഉപയോഗിക്കുകയാണ്. അതായത് ചക്ക കൊണ്ട് നമുക്ക് ചക്ക വെല്ലി, ചക്ക ഉണ്ട, ചക്ക പൊക്കവട, ചക്ക കട്ട്ലേറ്റ്, ചക്ക മിക്സർ, ഇതുപോലുള്ള ഓരോ സാധനങ്ങളും ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ അളവ് എങ്ങനെയാണ്, അതെങ്ങനെ അരിയണം, അതെങ്ങനെ പാകപ്പെടുത്തണം, ഇതെല്ലാം നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് നമ്മളെ കൊണ്ട് തന്നെ അത് ഉണ്ടാക്കി നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പം നമുക്കത് ഒരു വിഭവം ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. വീട്ടിൽ വന്ന് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ചെറിയ തോതിൽ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്കത് എത്രത്തോളം നന്നായില്ലേ പിറ്റേ ദിവസം ചെന്നിട്ട് സാറിനോട് പറയും, സാറ് ഞങ്ങളത് ഉണ്ടാക്കിയിട്ട് നന്നായില്ല. അപ്പോൾ സാറ് പറയും, നമുക്ക് ഇതിന് കുറച്ച് ക്ഷമയും കൂടെ വേണം കേട്ടോ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ക്ഷമ വേണം. നമ്മൾ ഒറ്റയടിക്കൊന്നും ഉണ്ടാക്കിയത് ചിലപ്പോൾ നമുക്ക് കാണിച്ചു തന്ന പരുവത്തിൽ വന്നെന്നിരിക്കുകയില്ല. പിന്നെ ഏറ്റവും ഉദാഹരണമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്ത്രീകളെ നമ്മളെ ഈ ട്രെയിനിങ്ങിൽ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ നമുക്കറിയുമെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും നമുക്കറിയുമെന്ന്. പക്ഷെ നമുക്കൊന്നും ചായ ഉണ്ടാക്കാൻ അറിയത്തില്ല. നാരങ്ങ വെള്ളം പിഴിയാൻ അറിയുമെന്ന് ചോദിച്ചാൽ നമ്മളും പറയും അറിയുമെന്ന്. പക്ഷെ നമുക്കറിയത്തില്ല. കാരണം അതേ രീതിയിൽ അതെങ്ങനെ ഒരു നാരങ്ങ വെള്ളം പിഴിയണം, എങ്ങനെ ഒരു ചായ ഉണ്ടാക്കണം, ആ രീതിയിലേക്ക് അത് മുതൽ നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായ ഒരു ട്രെയിനിങ് എവിടെയെങ്കിലും ഉണ്ടെന്ന് കേട്ടാൽ നമ്മൾ മടിച്ച് നിൽക്കാതെ പോയി ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരുന്നു. അതേപോലെ തന്നെ വിവിധ തരം കറി പൗഡറുകൾ, മസാലപ്പൊടി, അച്ചാർ പൊടി, രസപ്പൊടി, ഗരം മസാല, ഇതുപോലുള്ള ഒരുപാട് പൊടികൾ നമുക്ക് കെമിക്കലില്ലാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പഠിപ്പിച്ച് തരുന്നുണ്ട്. അത് പഠിപ്പിച്ച് തരിക മാത്രമല്ല, അതുണ്ടാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ പാക്ക് ചെയ്യാം, എവിടെ നിന്ന് അതിനുള്ള ഉപകരണങ്ങളൊക്കെ മേടിക്കണം, അതിൽ ഓരോ സാധനങ്ങൾ ചേർക്കേണ്ടി എത്ര, അതിൻ്റെ അളവ് എത്ര, അതിൻ്റെ തൂക്കം എത്ര, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് തന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമുക്ക് ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളത്. അങ്ങനെ ഒരു സംരംഭം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കും ഒരു കുടുംബശ്രീക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് മറ്റു കാര്യത്തിന് പോകുമ്പോഴോ ഒക്കെ നമ്മുടെ കയ്യിലൊരു 10 പൈസ ഉണ്ടാകും. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, തുടക്കം തന്നെ ലാഭത്തിലേക്ക് നമ്മൾ കൊതിക്കരുത്. നമുക്കൊരു സംരംഭം തുടങ്ങിയാൽ ലാഭം കിട്ടണമെങ്കിൽ എങ്ങനെയായാലും ഒരു 6 മാസം കഴിയും. 6 മാസം കൊണ്ടേ നമുക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വക സാധനങ്ങൾ കൊണ്ട് നമ്മളെ ഇതെല്ലാം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ജാതിക്ക നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളതിൻ്റെ ജാതിക്കയുടെ കുരു മാത്രം എടുക്കും, ജാതിപത്രി എടുക്കും, ബാക്കിയെല്ലാം നമ്മൾ പുറത്തേക്ക് കളയും. ആ തൊണ്ട് കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, തൊണ്ട് കൊണ്ട് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം, അതുകൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. സ്ക്വാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചണ്ടി വെറുതെ കളയുകയല്ല, ആ സാധനം കൊണ്ട് വീണ്ടും നമുക്ക് അച്ചാറുണ്ടാക്കാം. അപ്പോൾ നമുക്ക് സ്ക്വാഷുമായി അച്ചാറുമായി 2 പ്രൊഡക്റ്റ് ആ ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇഞ്ചിയും കൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കിയാൽ ഇഞ്ചി സ്ക്വാഷുമായി ഇഞ്ചി ബാക്കി അതിൻ്റെ ചണ്ടി കൊണ്ട് നമുക്ക് അച്ചാറും ഇടാം. അപ്പോൾ അതിൽ നിന്നും നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടുകയാണ്. ഇതുപോലുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ സംരംഭം തുടങ്ങാൻ നമുക്ക് എന്തൊക്കെ വേണം, അതിൻ്റെ സാമ്പത്തിക സഹായങ്ങൾ എവിടെ നിന്ന് കിട്ടും, ഇതെല്ലാം നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ ഇതുപോലുള്ള ട്രെയിനിങ്ങിൽ പോയി പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ, അതായത് ഞങ്ങൾക്കിപ്പോൾ 8 ദിവസത്തെ ക്ലാസ്സേ ആയിട്ടുള്ളൂ, ഇനിയും ഞങ്ങൾക്ക് കിടപ്പുണ്ട് 11 ദിവസം കൂടെ.
അപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും ഇതിലെങ്ങനെ നമ്മളെ ഒരുക്കുന്നുണ്ടെന്നുള്ളതും എന്തെല്ലാം നമുക്കിതിൽ ചെയ്യാനുണ്ടെന്നുള്ള അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.